നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകളോടുകൂടി ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൊല്ലം ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മളിപ്പോൾ ഉള്ളത് മേവറം ഭാഗത്തായിട്ടാണ്. ചാത്തന്നൂർ ഡയറക്ഷനിലോട്ട് നോക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. അണ്ടർപാസിൻ്റെ ഭാഗം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോഴും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രിക്ഷൻ സ്ലാബ് വെക്കേണ്ട ഒരു ഘട്ടത്തിലോട്ട് ഈ ഒരു ഭാഗത്തായിട്ട് എത്താൻ പോവുകയാണ്. അത്രത്തോളം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ മേവറം കഴിഞ്ഞേച്ച് ഇനി പാലത്തറ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്തായിട്ട് വലതുവശത്തായിട്ട് തന്നെ ഇപ്പം ലൈൻ മാർക്കിങ് ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇടതു ഭാഗത്തായിട്ട് നമുക്കിപ്പം മേവറം ഭാഗത്തെയും പാലത്തറ ഭാഗത്തെയും അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള ഫ്രിക്ഷൻ സ്ലാബും പിന്നെ വാൾ ബ്ലോക്കുമാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് അടുത്ത് ഇത് മാറ്റാതെ ബാക്കി ലൈൻ മാർക്കിംഗ് പണികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുള്ള സാധ്യത ഇപ്പോഴേ കാണുന്നില്ല. നമ്മളിപ്പം ഇടതുഭാഗത്തായിട്ട് ലാലാസ് കൺവെൻഷൻ സെൻ്ററാണ് കാണുന്നത്. അത് കഴിഞ്ഞ് കുറേ കൂടി മുമ്പോട്ട് പാലത്തറയിലെ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡ് വരുന്ന ഭാഗം വരെ വലത്തേ സൈഡിലായിട്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നേരെ ഇനി വരുന്നത് നമ്മൾ പാലത്തറ അണ്ടർപാസ് വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന ഘട്ടത്തിലോട്ട് ഒരു സൈഡിലായിട്ട് കുറച്ച് പണികൾ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം മുൻപ് കണ്ടതിനേക്കാൾ ഇപ്പം കൊല്ലം ബൈപ്പാസിൽ ഒരുപാട് പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് കുറേ കൂടി മണ്ണ് കൊണ്ടുവന്നിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ്. അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് അടുക്കുമ്പം നമുക്ക് കുറേ കൂടി വാൾ ബ്ലോക്ക് 2-3 സൈഡിലായിട്ട് തന്നെ വെക്കാനായിട്ട് നമുക്ക് കാണാനുണ്ട്. കുറേ കൂടി മണ്ണിട്ട് ഫില്ല് ചെയ്യാനുള്ള പണിയും ഈ ഒരു ഭാഗത്തായിട്ട് ബാക്കി കിടക്കുകയാണ്. അണ്ടർപാസ് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുന്ന വഴിക്കും നമുക്ക് കാണുമ്പം കുറേ കൂടി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരാനുള്ള പണിയുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ എടുത്തത് 17/11/2025 തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു എടുത്തത്. നമ്മുടെ ഇന്നത്തെ ഈ കാണുന്ന വീഡിയോ എടുത്തത് 31/12/2025 ബുധൻ രാവിലെ ഏകദേശം ഒരു 9 മണി 10 മണിയൊക്കെ ടൈമിലാണ് എടുത്തത്. അത്യാവശ്യം ബ്ലോക്കുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചതിനേക്കായി കുറച്ച് താഴ്ത്തിയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ പരാതിയുണ്ട്, നമ്മൾ ഡ്രോൺ വീഡിയോ എടുക്കുന്നത് കുറച്ച് ഹൈറ്റിലായിട്ടാണെന്നുള്ളത്. അതുകൊണ്ട് കുറച്ച് താഴ്ത്തിയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ പാലത്തറ കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് പോവുകയാണ്. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ 2 സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ റോഡ് ഈ ഒരു ഭാഗത്ത് നിന്ന് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് പണികൾ കുറച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഈ ഒരു ഭാഗത്തേക്ക് പണികൾ കുറേയൊക്കെ മാറ്റങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. നേരെ നമ്മൾ പാലത്തറ കഴിഞ്ഞേച്ച് ഇനി വരുന്നത് അയത്തിൽ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പം ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഭാഗം പഴയ റോഡ് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേയൊക്കെ പണി നടന്നിട്ടുണ്ട്. നമ്മൾ അയത്തിൽ ജംഗ്ഷൻ ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും കുറേ പണി പുരോഗമിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് 2 തോട് കടന്നു പോകുന്നുണ്ടായിരുന്നു. അവിടെ ഇപ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് അതുവഴിയാണ് ഇപ്പം വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തോട് ക്രോസിന് വന്നിട്ട് പിന്നെ തിരിഞ്ഞ് കയറിപ്പോകുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പം എത്തുന്നതിന് ഇപ്പം കഴിഞ്ഞു പോയ ഭാഗം. അവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ വരുന്നത് അയത്തിൽ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. കൊല്ലം ആയൂർ റോഡ് കടന്നു പോകുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പം അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഇപ്പം വലതു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഫ്രിക്ഷൻ സ്ലാബ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇടത്തെ സൈഡിൽ കുറച്ച് വലതുഭാഗത്ത് ഇനി വെക്കുന്ന ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. അപ്പം മണ്ണ് ഇട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഏകദേശം താണ്ട് ഈ ഒരു സൈഡിലായിട്ട് കുറേയൊക്കെ പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം അണ്ടർപാസിൻ്റെ ഇടതായിട്ടാണ് എത്തിയിരിക്കുന്നത്. തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് കുറേ കൂടി മണ്ണ് വന്ന് വീഴാനുണ്ട്. ആ ഒരു സൈഡിലായിട്ടായിരുന്നു കുറേ നാളിന് മുമ്പേ മണ്ണ് കൊണ്ടുവന്ന് അടിച്ചു കൂട്ടിയിട്ടിരുന്നത്. ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണ് കൊണ്ടുവന്ന് കൂട്ടിയിരുന്നത് ആ ഒരു ഭാഗത്തായിട്ടായിരുന്നു. പിന്നെ അവിടെ നിന്നായിരുന്നു വർക്ക് വേണ്ട ഭാഗത്തോട്ടൊക്കെ വർക്ക് ചെയ്ത് തീർക്കേണ്ട ഭാഗത്തോട്ടൊക്കെ മണ്ണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് ഇപ്പം ചുമന്ന മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി കുറച്ചൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറേ കൂടി മണ്ണ് കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്ത് വരേണ്ട പണി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ
അയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞ് വെച്ച് പാൽക്കുളങ്ങര ക്ഷേത്രം വരുന്ന ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ് പണികൾ പുരോഗമിക്കാനുണ്ട്. പഴയ റോഡ് കടന്നു പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി പൊളിച്ച് മാറ്റി കളയാതെ ബാക്കി പണികൾ സ്റ്റാർട്ട് ചെയ്തില്ല. നമ്മൾ പാൽക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വലതുഭാഗത്തായിട്ട് കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്ത് വരുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. ഇടത്തെ സൈഡിൽ സർവീസ് റോഡിൽ കൂടിയാണ് ആലപ്പുഴ ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നേരെ തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ പഴയ റോഡ് വരുന്ന ഭാഗത്തുകൂടിയൊക്കെ അതുവഴിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. പാൽക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അവിടെ അത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ നമ്മൾ കല്ലന്താഴം ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കല്ലന്താഴം ഭാഗത്തായിട്ട് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇടത്തെ സൈഡിലായിട്ട് ആറി വാൾ ബ്ലോക്ക് ഉയർത്തി കുറച്ചൊക്കെ മണ്ണിട്ട് ഉയർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പണി ഈ ആർച്ച് മോഡൽ ഈ സാധനം എടുത്ത് ഈ 2 തൂണുകളുടെ മുകളിലോട്ട് എടുത്ത് വെക്കുക എന്നുള്ള പണിയാണ്. അപ്പം അതിൻ്റെ പണി ഉടനെ തുടങ്ങും എന്ന് തോന്നുന്നില്ല. തുടങ്ങിയാൽ തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് വേണം ഇതെടുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ കല്ലന്താഴം അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ദേശീയപാത 744 സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ്. കൊല്ലം മധുരൈ റോഡാണ് നേരെ വലത്തോട്ട്. അപ്പം കല്ലന്താഴം അണ്ടർപാസ് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുന്ന വഴിക്ക് ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ട് മാത്രമാണ് ഇവിടെ ലൈൻ മാർക്കിംഗ് ഇപ്പം കഴിഞ്ഞിരിക്കുന്നത്. കല്ലന്താഴത്തെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു സൈഡിലായിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത്. അതിൽ ഇപ്പം ലൈൻ മാർക്കിങ് ഇത്രയും ഒരു സൈഡിലായിട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറേ കൂടി മുമ്പോട്ട് വരുമ്പം 2 സൈഡിലുമായിട്ട് ലൈൻ മാർക്കിംഗ് ഒക്കെ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റും 2 സൈഡിലുമായിട്ട് അവർ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ കൂടി മുമ്പോട്ട് വരുമ്പം ഇടതുഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡിലും ലൈൻ മാർക്കിങ് തുടങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ കല്ലന്താഴം വഴി കൊട്ടാരക്കരയിൽ നിന്ന് കല്ലന്താഴം വന്നിട്ട് നേരെ തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ മിക്കവാറും കല്ലന്താഴം അണ്ടർപാസ് കയറി ഇറങ്ങിയിട്ട് ഇപ്പം നമ്മൾ കാണുന്ന സർവീസ് റോഡിലൂടെ കയറി എറണാകുളം ഡയറക്ഷനിലോട്ട് പോകണം. പോയി കഴിഞ്ഞേച്ച് മങ്ങാട് കടവൂർ പാലം കയറി ഇറങ്ങിയതിന് ശേഷം അവിടെ ഇനിയിപ്പം മങ്ങാട് കടവൂർ പാലം കയറി ഇറങ്ങിയതിന് ശേഷം മിക്കവാറും അവിടെ വയഡക്റ്റിൻ്റെ പണി വരും. നേരത്തെ അവിടെ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പം അവിടെ വയഡക്റ്റിൻ്റെ പണി തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം വയഡക്റ്റിൻ്റെ പണി തുടങ്ങുകയാണെങ്കിൽ മിക്കവാറും നമ്മൾ മങ്ങാട് കടവൂർ പാലത്തിലോട്ട് കയറി ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദൂരം എത്തുന്നതിന് മുമ്പേ മിക്കവാറും അവിടെ ഒരു അണ്ടർപാസ് അവിടെ കടവൂർ എത്തുന്നതിന് മുമ്പേ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അവിടെ പോയോ അല്ലെങ്കിൽ അവിടെ അണ്ടർപാസ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കടവൂർ സിഗ്നൽ നിന്നിരുന്ന ഭാഗത്തെ അണ്ടർപാസിൻ്റെ അടുത്ത് പോയി തിരിഞ്ഞു വരേണ്ടി വരും. കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ കല്ലന്താഴം വന്നിട്ട് ഇടത്തോട്ട് സർവീസ് റോഡിൽ കൂടി കയറി ട്രെയിൻ പാളത്തിൻ്റെ മുകളിൽ കൂടി ഒരു റോഡ് ഇല്ലാതെ വരുവാണെങ്കിലുള്ള ഒരു അവസ്ഥയാണ് പറഞ്ഞത്. നമ്മൾ നേരെ ഇത്രയും കറങ്ങി അടിച്ച് തിരിച്ച് വരേണ്ടി വരും. അങ്ങനെ നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നത് മങ്ങാട് കടവൂർ പാലത്തിൻ്റെ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെയൊക്കെ കുറേയൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇടത്തെ സൈഡിലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സർവീസ് റോഡിൻ്റെ ഭാഗത്തായിട്ടൊരു എൻട്രി പോയിൻറ്റും വലത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഒരു എക്സിറ്റ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഇവിടുത്തെ ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്രോച്ച് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇടത്തെ സൈഡിലാണ്. ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് തന്നെയാണ് ശിവലയ കമ്പനിയുടെ പ്ലാന്റ് ഉള്ളത്. നേരെ നമ്മൾ പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം കുറച്ച് ദിവസങ്ങൾ പുതിയ പാലത്തിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ ലൈൻ മാർക്കിംഗ് ഒക്കെ കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വലത്തെ സൈഡിൽ പഴയ പാലമാണ് വലതുഭാഗത്തായിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന പഴയ ടാറിങ് എല്ലാം പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് ഇപ്പം പുതിയതായിട്ട് അവിടെയും ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. സ്ട്രീറ്റ് ലൈറ്റൊക്കെ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മീഡിയം വരുന്ന ഭാഗത്തായിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത്. പഴയ പാലത്തിനെയും പുതിയ പാലത്തിനെയും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഒരു വെള്ള ലൈൻ പോലെ നമുക്കിപ്പോൾ മീഡിയം വരുന്ന ഭാഗത്ത് വലത്തെ സൈഡിലായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മൾ നേരെ പാലത്തിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. എൻഡ് ഭാഗത്തായിട്ട് എത്തുമ്പം അവിടെയും കുറച്ച് ഭാഗം ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിനി നേരെ വരുന്നത് മങ്ങാട് കടവൂർ പാലം കഴിഞ്ഞ് നേരെ കടവൂർ സിഗ്നൽ വരുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് ടാറിംഗ് വർക്കുകൾ ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്രത്തോളം പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ മാസം കണ്ടതിനേക്കായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കടവൂർ സിഗ്നൽ എത്തുന്നതിന് മുമ്പ് ഏതാണ്ട് ഇവിടെ ആണ്
മൈലക്കാട് ഒരു പ്രശ്നം ഉണ്ടായപ്പം പിന്നെ ഇവിടെയും വയഡക്റ്റിൻ്റെ പണികൾ വേണമെന്നുള്ള അഭിപ്രായത്തിലാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ തുടങ്ങുമെന്നാണ് കരുതുന്നത്. അപ്പം പഴയ മണ്ണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടവൂർ സിഗ്നലിൻ്റെ അടുത്ത് ഒരു അണ്ടർപാസ് ഉണ്ട്. നമ്മളിപ്പോൾ കല്ലന്താടത്ത് നിന്ന് തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ ഞാൻ പറഞ്ഞത് ഈ ഒരു അണ്ടർപാസിൻ്റെ അടുത്ത് നിന്ന് തിരിഞ്ഞ് നമുക്ക് കയറി പോകാമെന്നാണ് പറഞ്ഞത്. തിരിച്ച് നമ്മൾ തിരിഞ്ഞ് ഓടി വരേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ വയഡക്റ്റിൻ്റെ പണി വരുവാണെങ്കിൽ വയഡക്റ്റിൻ്റെ അടിയിൽ കൂടി ഒരു റോഡ് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ദൂരം നമ്മൾ വരേണ്ടി വരും. കുറച്ചും കൂടെ മുന്നേ നമുക്ക് യു ടേൺ എടുത്ത് തിരിഞ്ഞ് കല്ലന്താഴം ഭാഗത്തോട്ട് കയറി തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് പോകാം. അപ്പോൾ നമുക്കിനി ഇവിടെ വയഡക്റ്റിൻ്റെ പണിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറേ കൂടിയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന ഘട്ടത്തിലോട്ട് നമുക്കിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് പണികൾ എത്തി നിൽക്കുകയാണ്. എന്നിരുന്നാലും ഒന്നും കൂടെ ലെവലാക്കേണ്ട പണികൾ ബാക്കി കിടക്കുകയാണ്. നേരെ മുമ്പോട്ട് നമ്മൾ കടവൂർ സിഗ്നൽ കഴിഞ്ഞ് വരുന്ന ഭാഗം കഴിഞ്ഞാൽ നേരെ നീരാവിൽ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞ് പണികൾ പുരോഗമിക്കാനുണ്ട്. മീഡിയം വരുന്ന ഭാഗത്തേക്ക് പണികൾ കുറച്ച് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. നീരാവിൽ പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം നമുക്കിപ്പം പുതിയതായിട്ട് പണിഞ്ഞു കഴിഞ്ഞ പാലത്തിൽ കൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നീരാവിൽ പഴയ പാലത്തിൻ്റെ വലത്തെ സൈഡിൽ കാണുന്ന ഭാഗത്ത് നിന്ന് പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്രത്തോളം പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പാലം കഴിഞ്ഞിട്ട് പിന്നെ നേരെ മുമ്പോട്ട് വരുന്ന വഴിക്ക് വലതു ഭാഗത്തായിട്ട് തന്നെ GSB ഒക്കെ ആയിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുറേ കൂടി ഫാസ്റ്റായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ശിവാലയ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുരീപ്പുഴ പഴയ ടോൾ പ്ലാസ വരുന്ന ഭാഗത്തുന്നതിന് മുമ്പേ നീരാവിൽ പാലം കഴിഞ്ഞേച്ച് പിന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യം നടത്തിയിട്ട് പിന്നെ പൊളിച്ചു പണിഞ്ഞതാണ് നമ്മളിപ്പം ഇടതു ഭാഗത്തായിട്ട് കാണുന്നത്. അപ്പം അവിടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലതുഭാഗത്തായിട്ട് ഇവിടുത്തെ പഴയ പാലത്തിൻ്റെയും പുതിയ റോഡുമായിട്ട് കണക്റ്റ് ആവുന്ന വലത്തേ സൈഡിലായിട്ടുള്ള റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പണിയിലാണ്. നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പം നേരെ ഇനി നമ്മുടെ പഴയ ടോൾ പ്ലാസ വരുന്ന ഭാഗത്തോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നീരാവിൽ പാലം കഴിഞ്ഞ് നമ്മൾ കുരീപ്പുഴ അണ്ടർപാസൊക്കെ കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് വരികയാണ്. കുരീപ്പുഴ കാവനാട് പാലം വരുന്ന ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്രത്തോളം പണി പുരോഗമിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മുടെ പഴയ ടോൾ പ്ലാസ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞേച്ച് ഇത്രത്തോളം ആറുവരിപ്പാതയുടെ ഒരു ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ ഇനിയും ലൈൻ മാർക്ക് കൊടുത്ത് കണക്റ്റ് ആക്കാൻ ബാക്കിയുള്ളതാണ്. നമ്മൾ നേരെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു നയാരയുടെ ഒരു പുതിയൊരു പെട്രോൾ പമ്പ് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് ഇടത്തെ സൈഡിലായിട്ടാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉള്ളത്. അപ്പോൾ കുരീപ്പുഴ കാവനാട് പാലം എത്താൻ പോവുകയാണ്. ഇവിടെ ഇത്രത്തോളം പണി പുരോഗമിച്ചിരിക്കുകയാണ്. സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ലൈൻ മാർക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെ രണ്ട് സൈഡിലുമായിട്ടുള്ള അറുവരിപ്പാതയുടെ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ഒരു ഒറ്റ ലൈനായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇപ്പം ലൈൻ മാർക്കിംഗ് ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുരീപ്പുഴ കാവനാട് പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ കുറേ കൂടി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഇടത്തെ സൈഡിലായിട്ടായിരുന്നു അവർ റീബാർ വർക്ക്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം അവിടെ മണ്ണിട്ട് ലെവൽ ചെയ്ത് ഇത്രത്തോളം അടിച്ച് നികത്തി ഇവിടെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. വലതുഭാഗത്തുകൂടിയായിരുന്നു നമ്മുടെ പഴയ റോഡ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം പഴയ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് അത് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. ക്രാഷ് ബാരിയർ അടക്കം പൊളിച്ചു മാറ്റിക്കൊണ്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം കുരീപ്പുഴ കാവനാട് പാലം കയറുമ്പം ഇപ്പോൾ പുതിയ പാലത്തിൽ കൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പുതിയ പാലത്തിൻ്റെ മുകളിലും ലൈൻ മാർക്ക് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലതുഭാഗത്തായിട്ട് നമ്മുടെ പഴയ പാലത്തിൻ്റെ ഔട്ട് നോക്കുകയാണെങ്കിൽ പഴയ പാലത്തിൻ്റെ പഴയ ടാറിംഗ് വർക്കുകളൊക്കെ കുത്തിയിളക്കി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഉടൻ തന്നെ അവിടെ ടാറിംഗ് വർക്കുകൾ ഉടൻ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇടത്തെ സൈഡിൽ ഇത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ്. ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് ലൈൻ മാർക്ക് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇടത്തെ സൈഡിൽ മാത്രമാണ് നമുക്ക് കാൽനട യാത്രക്കാർക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വഴി അവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. നമ്മളിനി നേരെ വരുന്നത് കാവനാട് അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 വാൾ ബ്ലോക്ക് ഉയർത്തി
മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറേ കൂടി ഫാസ്റ്റായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻഡിൽ ഇപ്പം ഫ്രിക്ഷൻ സ്ലാബ് വെച്ച് തുടങ്ങിയതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അത്രത്തോളം വേഗത്തിലായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വലത്തേ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ചുമന്ന മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെ ഡ്രഡ്ജ് ചെയ്തടിച്ചിട്ടുള്ള മണ്ണാണ് ഇവിടെയും കൊണ്ടുവന്നിട്ട് കുറച്ച് ഭാഗത്തൊക്കെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഭാഗം കഴിഞ്ഞ് വലത്തേ സൈഡിൽ കുറേ കൂടി സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കൊല്ലത്തോട്ട് ചിന്നക്കടയിലോട്ട് തിരിഞ്ഞു പോകേണ്ട വാഹനങ്ങൾ വലത്തേ സൈഡിലുള്ള സർവീസ് റോഡിൽ കൂടി വന്നിട്ട് അണ്ടർപാസിൽ കൂടി കയറി ആണ് ചിന്നക്കട ഭാഗത്തോട്ട് പോകുന്നത്. നേരത്തെ നമ്മളിപ്പോൾ കാണുന്ന ഈ പഴയ റോഡിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങളും കൊല്ലം ചിന്നക്കട ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങളും എല്ലാം ഈ ഒരു സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ശിവാലയ പണി ചെയ്യുന്നതിൻ്റെ ഒരു എൻഡ് ഭാഗത്തായിട്ട് എത്തും. അത് കഴിഞ്ഞേച്ച് പിന്നെ വിശ്വസമുദ്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇടതുഭാഗത്ത് ഇപ്പം അതിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണവും പിന്നെ മെയിൻ 6 വരിപ്പാത വരുന്ന ഭാഗത്തെയൊക്കെ പണികൾ കുറച്ചും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊല്ലം ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്. കഴിഞ്ഞിട്ടില്ല, നമ്മളിവിടെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മുടെ നീണ്ടകര പാലത്തിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ പുറകിനിപ്പോൾ എത്തുന്നതായിരിക്കും. അപ്പം അതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അടുത്തോട്ട് വരും. എന്നിരുന്നാലും ഫുൾ സ്ക്രീനിൽ കാണുവാണെങ്കിൽ കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഡറുകൾ എടുത്തു വെക്കുന്ന പണിയാണ് ഇപ്പം പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം വലത്തേ സൈഡിൽ, അതായത് ഇവിടെ നിന്ന് നമ്മൾ ആലപ്പുഴ ഡയറക്ഷനിലോട്ട് പോകുമ്പം വലതുഭാഗത്തായിട്ടുള്ള പാലത്തിന് മുകളിൽ, പഴയ പാലത്തിന് വലത്തേ സൈഡിലായിട്ട് നിർമ്മിച്ചുകൊണ്ടിരുന്ന പാലത്തിൻ്റെ മുകളിലായിട്ട് ഗർഡറുകളെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് ഗർഡറുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇടത്തേ സൈഡിലായിട്ടുള്ള പാലത്തിൻ്റെ മുകളിലായിട്ടുള്ള ആയിരുന്നു. ഇപ്പം 2 തൂണുകളുടെ മുകളിൽ ഇനിയൊരു 5 ഗർഡറുകൾ കൂടി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഗർഡർ വെക്കുന്ന പണി നീണ്ടകര പാലത്തിൻ്റെ 2 സൈഡിലുമായിട്ട് നിർമ്മിക്കുന്ന പുതിയ പാലത്തിൻ്റെ എല്ലാം കഴിയും. പിന്നെ മുകളിൽ കോൺക്രീറ്റ് വർക്കുകളാണ് പുരോഗമിക്കുന്നത്. പിന്നെ ഇപ്പം ഇടത്തേ സൈഡിലായിട്ട് ഉള്ള എൻ്റെ ഭാഗത്തായിട്ട് തന്നെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുമായാലും നമ്മൾ നീണ്ടകര മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള വീഡിയോ കാണിക്കുമ്പോൾ പൂർണ്ണമായിട്ട് പിന്നെ അത് കാണിക്കുന്നതായിരിക്കും. എന്തായാലും ഇതിവിടെ വെച്ച് ചുമ്മാ ഒന്ന് ഉയർത്തിയെടുത്ത് കാണിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ഡേറ്റ്. ഏവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.